എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ അടിപൊളി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അർത്ഥം. പക്ഷെ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് നമ്മളിത് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. പക്ഷേ നമുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള മെത്തേഡ്, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ +2 പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ആ ടൈമിനുള്ളിലും ഏറ്റവും സിമ്പിൾ മെത്തേഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പല തരത്തിലുള്ള പ്രാക്ടീസിൽ കൂടെ മാത്രം നേടിയെടുക്കുന്നതാണ്. അല്ലാതെ ഒരു 5 ചോദ്യം ചെയ്തുകൊണ്ട് 50 ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു 500 ചോദ്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക. ഒത്തിരി പേര് എഴുതുന്നുണ്ട്, എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഉണ്ട്. NDA ആകുമ്പോൾ, കീമാകുമ്പോൾ പിന്നെ ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. പക്ഷേ NDA ആകുമ്പോൾ അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ആ രീതിയിൽ കൂടെ വേണം ഇതിനെ പഠിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് തോന്നും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തോന്നും, ഇച്ചിരിയൊക്കെ ഒന്ന് പഠിച്ചാൽ എന്തായിരുന്നു. ആ ചോദ്യം ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. വാട്ട് ഈസ് tan ഇൻവേഴ്സ് A/B മൈനസ് tan ഇൻവേഴ്സ് A-B/A+B? ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് പലർക്കും ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് കയറി പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് A/B മൈനസ് tan ഇൻവേഴ്സ് A-B/A+B. അപ്പോൾ ഇതിനെ നമുക്കൊരു മെത്തേഡ് വേണ്ടി നമുക്ക് എടുക്കാം. നമ്മുടെ റിസൾട്ട് ഉണ്ട് tan ഇൻവേഴ്സ് X മൈനസ് tan ഇൻവേഴ്സ് Y, tan ഇൻവേഴ്സ് X മൈനസ് Y/1 + XY. ഇതിനെ X ആയിട്ടും ഇതിനെ Y ആയിട്ടും എടുത്തിട്ട് tan ഇൻവേഴ്സ് X മൈനസ് tan ഇൻവേഴ്സ് Yയുടെ റിസൾട്ട് ഉപയോഗിച്ചാൽ കിട്ടും. പക്ഷേ ഉടനെയൊന്നും കിട്ടത്തില്ല, കുറേ ദൂരം പോകും. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡിനെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് അടിപൊളി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എയ്ക്കും ബിക്കും ഒരു പർട്ടിക്കുലർ നമ്പേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന മെത്തേഡ് ചിലപ്പോൾ വേറെയും കാണത്തില്ല. അങ്ങനെ ആയിരിക്കത്തില്ല പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിലായിരിക്കും. പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടാണ്. സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസി ആണെങ്കിലും സിംപ്ലിഫിക്കേഷൻ ടഫാണ്. പക്ഷേ ഈ മെത്തേഡ് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എയ്ക്ക് 2ഉം ബിക്ക് അങ്ങോട്ട് 1ഉം എടുത്തു. പിന്നെ അല്ല, അപ്പോൾ തിരിച്ചെടുക്കണ്ട. 1ഉം 2 എടുക്കണ്ട. എയ്ക്ക് 1 ബിക്ക് 2 എടുക്കണ്ട. കാരണം ഇവിടെ A-B ഉണ്ട്. അപ്പോൾ 1 - 2 ആയി കഴിഞ്ഞാൽ -1 ആയി പോകും. 2 - 1 ആണ്, കുഴപ്പമില്ല, പോസിറ്റീവ് കിടന്നോളും. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആ റിസൾട്ടിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ tan ഇൻവേഴ്സ് A/B എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മോനെ? tan ഇൻവേഴ്സ് 2/1 മൈനസ് tan ഇൻവേഴ്സ് 2 - 1/2 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 മൈനസ് tan ഇൻവേഴ്സ് 1/3 എന്ന് കിട്ടി. ഇപ്പോൾ കണ്ട നമ്പറുകളായി അല്ലേ? ഇനി നമ്മൾ ആ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് X മൈനസ് tan ഇൻവേഴ്സ് Y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് X മൈനസ് Y ഡിവൈഡഡ് ബൈ 1 + XY. ഓക്കെ, ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ X കാണുന്നിടത്തെല്ലാം 2 എന്ന് കൊടുക്കണം, Y കാണുന്നിടത്തെല്ലാം 1/3 എന്ന് കൊടുക്കണം. അത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് X മൈനസ് Y എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മോനെ? 2 - 1/3 ബൈ 1 + XY. ദാറ്റ് ഈസ് 2 × 1/3 ബിക്കംസ് 2/3. ഓക്കെ, 2 × 1/3 2/3. എന്നിട്ട് അങ്ങോട്ട് എഴുതിയെടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഇവിടെ ബൈ 1 വെച്ചുകൊണ്ട് കഴിയുമ്പോൾ 3 × 2 6 - 1 ഡിവൈഡഡ് ബൈ 3. ഇവിടെ വരുമ്പോൾ ബൈ 1 വെച്ച് കഴിയുമ്പോൾ 3 × 1 3 + 2 ഡിവൈഡഡ് ബൈ 3. That is tan inverse 6 - 1 that is 5/3. വേണമെങ്കിൽ 3 വെട്ടിക്കളയാം കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ 6 - 1 5 3 + 2 5. tan ഇൻവേഴ്സ് ആൻസർ നോക്കിക്കാൻ മോനെ, നല്ല രസകരമായിട്ടുള്ള ആൻസർ എത്താൻ പോവാണേ. ഇതെത്ര? 5/5 എത്ര മോനെ? 1. tan ഇൻവേഴ്സ് 1 എത്ര മോനെ? 5/4. തീർന്നില്ലേ? സിമ്പിളായി ആണല്ലോ. അപ്പോൾ ഈ മെത്തേഡിലാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഈ റിസൾട്ടിനെ പിടിച്ച് ആദ്യമേ ഉപയോഗിച്ചാൽ എന്ത് പാടായിരുന്നു. ഈ X കാണുന്നിടത്ത് A/B, Y കാണുന്നിടത്ത് A-B/A+B ചെയ്താൽ ഈ സിംപ്ലിഫിക്കേഷൻ വളരെ ടഫായതിനെ. ഈ മെത്തേഡായപ്പോൾ നമുക്ക് വളരെ ഈസി ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം റെഡി ആയിട്ടുണ്ട്. നല്ല ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. അരിത്തമെറ്റിക് പ്രോഗ്രഷന്, ജോമെട്രി പ്രോഗ്രഷന്, ഹാർമോണിക് പ്രോഗ്രഷനും കൂടെ ഇവിടെ നോക്കിയേക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ABC are in AP. ഓക്കെ, സമ്മതിച്ചു. BCD are in GP. CDE are in HP, harmonic progression. Then 1 ACE in GP, 1/A 1/C 1/E are in GP. ഇത് രണ്ടും അവരിപ്പോൾ ഇത്ര കാര്യം തന്നിട്ടുണ്ട്.
സെലക്ട് ദ കറക്റ്റ് എന്ന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നതിൻ്റെ ആൻസറിൻ്റെ രീതികളും വ്യത്യാസമുണ്ട്. പിന്നെ അവരിങ്ങനെ രണ്ട് കാര്യങ്ങൾ തന്നിട്ട് ഇതിനുള്ളിൽ ഏതാണ് ശരി, ഉള്ളി 1 ഉള്ളി ഇത് മാത്രമാണ് ശരി, ബി പാർട്ട് ഉള്ളി 2 ഇത് മാത്രമാണ് ശരി, സി പാർട്ട് 1ഉം 2ഉം ശരിയാണ്, ഡി പാർട്ട് നെയ്തർ 1 nor 2 1ഉം 2ഉം ശരിയല്ല എന്നർത്ഥം, 2 ശരിയല്ല. അപ്പോൾ ഇത് ഏതാണെന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നല്ല ക്വസ്റ്റ്യനാണ്. ഇതേപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒത്തിരി ടൈപ്പ് ക്വസ്റ്റ്യൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ അവനെയൊക്കെ ആൻസർ ചെയ്യാൻ ഇത്തിരി പാടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൻ്റെ കൂടെ സബ്ബായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് കാണും. ഒരു വലിയ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിനെ വായിച്ച് നോക്കി 2-3 ക്വസ്റ്റ്യൻസ് കാണും. നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും സിംഗിൾ ക്വസ്റ്റ്യനാണ് കാണുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നല്ലേ ഉള്ളൂ, മറ്റേ അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2, 3 ഒക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ABC ഇൻ AP അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. 3 ടേംസുകൾ AP-യിലാണെങ്കിൽ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു A പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ബൈ 2. അപ്പോൾ ABC ഇൻ AP എന്ന് പറഞ്ഞാൽ B ഈക്വൽ എത്ര മോനെ A പ്ലസ് C ബൈ 2. ഇത് പഠിച്ചിട്ടുണ്ടോ? 3 ടൈംസുകൾ AP-യിലാണെങ്കിൽ മിഡിൽ ടേം ഈസ് ഈക്വൽ ഫസ്റ്റ് ടൈം പ്ലസ് തേർഡ് ടൈം ബൈ 2. ഓക്കെ, അടുത്തെന്താണ്? BCD ഇൻ GP. BCD 3 ടേംസുകൾ GP-യിലാണെങ്കിൽ മിഡിൽ ടേമിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു തേർഡ്, ദാറ്റ് ഈസ് C സ്ക്വയർ ഈക്വൽ ടു B ഇൻറ്റു D. ഇത് GP-യിലാണെങ്കിലുള്ള കണ്ടീഷനാണ്. നിങ്ങൾ നോക്കിക്കോ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 2, 4, 8 ഇത് GP-യിലാണല്ലോ. 2 × 2 4, 4 × 2 8. അതിനാണെങ്കിൽ മിഡിൽ ടേമിൻ്റെ സ്ക്വയർ എത്ര? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലയോ. ഇത് 2 × 8 ഈക്വൽ ആവുന്നുണ്ടല്ലോ. അപ്പം മിഡിൽ ടേം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഇൻറ്റു തേർഡ് ടൈം. ഇനി പുതിയവനെ നോക്കിക്കോ. CDE ഇൻ HP. ഓക്കെ, 3 ടേംസുകൾ HP-യിലാണെങ്കിൽ D ഈക്വൽ ടു 2 × CE ഡിവൈഡഡ് ബൈ C പ്ലസ് E. ഇതാണ് കണ്ടീഷൻ കേട്ടോ. 3 ടേംസുകൾ HP-യിലാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് C × E ഡിവൈഡഡ് ബൈ C പ്ലസ് E. അങ്ങനെ നമുക്ക് 3 കണ്ടീഷൻസ് കിട്ടി അല്ലേ. ഇനി ഇവരെ എല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇതിന് 1 എന്ന് പേരെടുത്തു, ഇതിന് 2 എന്ന് പേരെടുത്തു, ഇതിന് 3 എന്ന് പേരെടുത്തു. ഓക്കെ, 1, 2, 3. ഞാൻ എന്നിട്ട് സെക്കൻഡ് ഇക്വേഷനാണ് ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത്. സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ കാരണമുണ്ട് നമുക്ക് എന്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇക്വേഷൻ തന്നെ തുടങ്ങണോടാ എന്ന് നിങ്ങൾ എങ്ങനെയോട് ചോദിക്കാം. ഇവിടെ നോക്കിക്കേ, B × D ഇവിടെ കണ്ടല്ലോ. ബിയുടെ വാല്യൂ ഉണ്ട് ഇത്രയും, ഇത് ഇത്ര ആരുടെ വാല്യൂ വേണം D. അപ്പോൾ ബിക്കും ഡിക്കും വാല്യൂ കൊടുക്കാൻ ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പം 2 ഇംപ്ലൈസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ C സ്ക്വയർ ഈക്വൽ ടു B × D. ബിക്ക് പകരം A പ്ലസ് C ബൈ 2 ഇൻറ്റു ഡിക്ക് പകരം 2CE ഡിവൈഡഡ് ബൈ C പ്ലസ് E. ഇവിടെ വെച്ച് എന്തായാലും 2നെ നമുക്ക് എന്തായി കളയാൻ ക്യാൻസൽ ആക്കാം. ദാറ്റ് ഈസ് C സ്ക്വയർ ഈക്വൽ ടു ന്യൂമറേറ്റർ പിന്നെ വരുന്നത് എന്താണ്? A പ്ലസ് C ഇൻറ്റു CE ഡിവൈഡഡ് ബൈ C പ്ലസ് E. ഇത്രയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് C സ്ക്വയർ ഇൻറ്റു C പ്ലസ് C ഈക്വൽ ടു A പ്ലസ് C ഇൻറ്റു CE ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ C സ്ക്വയർ ഇൻറ്റു C ആൻസർ ആരാണ്? C ക്യൂബ്. C സ്ക്വയർ ഇൻറ്റു E ദാറ്റ് ഈസ് C സ്ക്വയർ E ഈക്വൽ ടു CE ഇൻറ്റു A ദാറ്റ് ഈസ് CEA പ്ലസ് CE ഇൻറ്റു C ദാറ്റ് ഈസ് C സ്ക്വയർ E. ശരിയാണല്ലോ. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. C സ്ക്വയർ E രണ്ടിടത്തും എന്തായി പോയി ക്യാൻസലായി. ലെഫ്റ്റിലും റൈറ്റിലും C സ്ക്വയർ E ഉണ്ട്. ബാക്കി C ക്യൂബ് ഈക്വൽ ടു CEA. ഒരു സിയെ ക്യാൻസൽ ആക്കും. ഇവിടെ C ക്യൂബ് 3 എണ്ണം, ഇവിടെ ഒരു C. അപ്പം ഒരു C ക്യാൻസൽ ആയി കഴിഞ്ഞാൽ C സ്ക്വയർ ഈക്വൽ ടു CA. സോറി, C അല്ല EA ആണല്ലോ. C പോയല്ലോ. C സ്ക്വയർ ഈക്വൽ ടു EA. രണ്ട് ഇവിടെ കണ്ടോ, C സ്ക്വയർ ഈക്വൽ ടു BD. അത് എപ്പോൾ വന്നതാ? BCD ഇൻ എവിടെയാ? GP അല്ലേ. അപ്പോൾ ഒരാളുടെ സ്ക്വയർ ഈക്വൽ ടു മറ്റ് 2 പേരുടെ പ്രോഡക്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഓർഡർ ആക്കാൻ മോനെ ACE എവിടെയാണെന്ന് പറയാൻ മോനെ? GP. ഓക്കെ, C സ്ക്വയർ ഈക്വൽ ടു AE. എന്ന് പറഞ്ഞാലും AE എന്ന് പറഞ്ഞാൽ സെയിമാണ്. അപ്പോൾ C സ്ക്വയർ ഈക്വൽ ടു AE എന്ന് പറഞ്ഞാൽ ACE എവിടെയാണെന്ന് അർത്ഥം? GP. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റിസൾട്ട് ഉണ്ട് ACE ഉണ്ടോ? ACE ആറിന് എന്താണ്? GP. നമുക്കങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ ആൻസർ എന്തെന്ന് എഴുതും? 1 ഉള്ളി. തെറ്റാണ്, അവിടെയാണ് നമുക്ക്, അതല്ല. ഓക്കെ, അതുകൂടെ ശ്രദ്ധിക്കണം. ACE GP-യിലാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽസ് 1/A
1/c 1/e അതും ഇവിടെ ആയിരിക്കും മോനെ ജി പിയിലായിരിക്കും. റെസിപ്രോക്കൽസ് ഓർത്തോണം, 3 ടേംസുകൾ ജി പിയിലാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽസുകളും എവിടെയായിരിക്കും ജി പിയിൽ. അത് നോക്കിക്കേ, 2, 4, 8 ജി പിയിലാണ്. അങ്ങനെയാണെങ്കിൽ 1/2, 1/4, 1/8 ദാറ്റ് ആർ ഓൾസോ ഇൻ ജി പി. ഓക്കെ, മറന്നു പോകണ്ട. അപ്പം എ സി ഇൻ ജി പി, 1/a 1/c 1/g പി. അപ്പം 1ഉം 2ഉം ശരിയാണ് കേട്ടോ, ഇതും ശരിയാണ്. 1/a 1/c 1/e ആർ ഇൻ ജി പി. അപ്പം ആൻസർ എഴുതേണ്ടത് ഇതാണ് 1 and 2. മനസ്സിലായല്ലോ, 1ഉം 2ഉം ശരിയാണ് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ചോദ്യങ്ങൾ, അടിപൊളി ചോദ്യം. ഇങ്ങനത്തേത് വേണം നിങ്ങളെ എൻട്രൻസിന് പഠിക്കാൻ. ഓക്കെ, മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വേറെ മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരി സിംപ്ലിഫിക്കേഷൻ നല്ലതും ഇതായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ജനറലായിട്ട് നമുക്കൊന്ന് പഠിക്കാനും പറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ മീൻസ് പ്രയോജനമുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ടെന്ന് തോന്നിയാൽ ഒരാളോട്ടെങ്കിലും കുറഞ്ഞൊന്ന് ഷെയർ ചെയ്യണം. ഒത്തിരി കുട്ടികൾ എഴുതുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഷെയറിങ് കൂടെ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ടാകും താനും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് തന്നു, മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നു, മാക്സിമം ചെയ്തു തന്ന് എല്ലാം പോകുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. കീമിനാണെങ്കിലും എൻ ഡി എക്കാണെങ്കിലും ഇനി +2 പഠിക്കുന്നവർക്കാണെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള 1 ഇയർ കോഴ്സിനാണെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാം. ഇപ്പോഴേ പഠിച്ചാൽ അന്നേരം അടിപൊളിയായിട്ടൊരു റാങ്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. പിന്നെ ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.